ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വിവാഹം കഴിച്ചതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് മഞ്ജു പത്രോസ്. കൂടാതെ മുൻ ബിഗ് ബോസ് താരം കൂടിയായിരുന്നു മഞ്ജു പത്രോസ്. മഞ്ജുവിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പുള്ളിക്കാരത്തി ഫ്ലവേഴ്സിൻ്റെ ഒരു കോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പുള്ളിക്കാരത്തിൻ്റെ ജീവിതം ഏകദേശം എങ്ങനെയൊക്കെ ആയിരുന്നു, എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് പുള്ളിക്കാരത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നല്ല. അതായത് വിവാഹ ദിവസം തന്നെ തൻ്റെ ഗോൾഡ് മൊത്തം അഴിച്ചു കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ. അതായത് എന്താ പറയുക, പുള്ളിക്കാരത്തെ കല്യാണം കഴിച്ച ആളാണെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതും അതേപോലെ തന്നെ വീട് മോഡിഫൈ ചെയ്തതും എല്ലാം കടം വാങ്ങിച്ചിട്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരത്തി കൊടുത്ത ഈ സ്വർണം പുള്ളിക്കാരത്തിക്ക് വീട്ടുകാർ കൊടുത്ത ഈ സ്വർണം ഇതിൻ്റെ കടമൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ഊരിക്കൊടുക്കേണ്ടി വന്നു. എത്രത്തോളം ഭീകരവും അതേപോലെ തന്നെ മനസാക്ഷി നിരക്കാത്തതുമായ കാര്യമാണ് അല്ലേ? അതായത് കല്യാണത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ കടക്കാരോട് ഉത്തരം പറയുക, നമ്മുടെ ഗോൾഡ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര, നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെയാണത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിയിലേക്ക് തന്നുവിട്ട ഗോൾഡ് അതിങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളായിരുന്നു മഞ്ജു പത്രോസ്. അതിനുശേഷം ബിഗ് ബോസിൽ കൂടിയാണ് കൂടുതൽ ആൾക്കാർ മഞ്ജു പത്രോസിനെ തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഫൈനൽ വരെ എത്താനായിട്ട് അവർക്ക് സാധിച്ചു. ഈ മഞ്ജു പത്രോസിൻ്റെ ഭർത്താവ് സുനിച്ചന് ഈ ഓർക്കസ്ട്ര കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇവർ ടി വിയിൽ എന്തോ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തു, വെറുതെ അല്ല ഭാര്യയോ അങ്ങനെ എന്തോ ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി. അതായത് മഞ്ജു പത്രോസും അതേപോലെ സുനിച്ചനും കൂടി. അതിനുശേഷം അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവർക്കൊരു മോനുണ്ട്. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കണം. അതിനുശേഷം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം അവർ ഉപയോഗിച്ച്, അതേപോലെ തന്നെ സീരിയൽ, സിനിമ, റിയാലിറ്റി ഷോസ് എല്ലാത്തിനകത്തും അവർ പങ്കെടുത്തു. അങ്ങനെ അവർ ജീവിതത്തിൽ മുന്നേറി വന്നു. അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POV എങ്ങനെയാണ് ജീവിതം എല്ലാം കൂടി വരുന്നതാണോ, ജീവിതമായിട്ട് വിളിക്കാൻ എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാം, ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ അത് ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരാൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ അത്ര ഈസിയൊന്നുമല്ല. ഒരു ഘട്ടത്തിനെ ഇവർ പറയും, രാവിലെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പറ, നീ സൂപ്പറാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓ മോളെ ലവ് യു ബെസ്റ്റ് എന്നൊക്കെ പറ. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് എൻ്റെ പൊന്നെ, പിറ്റേ ദിവസം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയണം, നമ്മൾ വാടകക്കാരൻ്റെ മുഖം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഒരു പെൻസില് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ എന്ന് പറയാണ്, നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഷാർപ്പൺ ചെയ്യണം. ഒരു മരത്തടീനെ ഷാർപ്പൺ ചെയ്യുന്ന പോലെയാണോ മനസ്സും വിവേകവും ചിന്തയും വേദനയുള്ള ശരീരത്തിന് ഷാർപ്പൺ ചെയ്യുന്നത്? അപ്പോൾ അത്തരം പൊള്ള വാക്കുകളിൽ ഒരു പ്രസക്തിയില്ല. ഈ നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ, ഇൻസ്റ്റാ റീലിൽ പോകുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കുറേ മനുഷ്യരെ അവിടെ കാണാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മണ്ടത്തരം പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത്, 2 മനുഷ്യരൊക്കെ. ആ കടവും കാര്യങ്ങളും എല്ലാം തരണം ചെയ്ത് പുള്ളിക്കാരത്തി അവർക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും വിനിയോഗിച്ച് ജീവിതത്തിൽ മുന്നേറി വന്നു. അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് ശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ.
തീർച്ചയായിട്ടും. നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പോൾ പുള്ളീനെ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോവണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ, അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നു. അതായത് ഈ പുള്ളിക്കാരത്തിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ഈ ഭർത്താവും അതേപോലെ തന്നെ മകനും എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഇവർ, അതായത് ഈ കടങ്ങളെല്ലാം മഞ്ജു പത്രോസ് ഈ കടങ്ങളെല്ലാം വീട്ടിയിട്ടും അവരെ പിന്നെയും ജോലിക്ക് വിടുകയാണ്. അതായത് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഈ ഭർത്താവ് പോലും. ഈ സുനിച്ചൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ അങ്ങനെ ഫാമിലി, കുട്ടികൾ അങ്ങനെയുള്ളൊരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചിനോട് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. അതായത് പുള്ളിയുടെ പ്രോഗ്രാം, ഓർക്കസ്ട്ര കാര്യങ്ങൾ അതെല്ലാം കൊണ്ട് ബിൽഡ് ചെയ്ത ഒരു ലോകത്തിൻ്റെ ഉള്ളിലാണ് പുള്ളി. ഈ മഞ്ജുവിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു തയ്യൽക്കാരിയാണ്. അപ്പോൾ അവർ തയ്ച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൂട്ടിയാണ് അവർക്ക് ഈ മഞ്ജുവിന് ഈ ഗോൾഡൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. 20 പവൻ്റെ എന്തോ ഗോൾഡ് ഉണ്ടായിരുന്നു. ആ ഗോൾഡെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പുള്ളി കടം വീട്ടാൻ വേണ്ടി വിറ്റു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സുനിച്ചൻ ഇവിടെ ഭാര്യയെയോ കുട്ടിയെയോ ഒന്നും മോശമായിട്ടോ ഒന്നും പറയുന്നില്ല. പുള്ളിയുടെ കാര്യങ്ങളും അതേപോലെ പുള്ളിയുടെ ഫീൽഡും കാര്യങ്ങളും ഭാവിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ മഞ്ജുവിനെ ചീത്തയാക്കാനോ കുട്ടിയെ ചീത്തയാക്കാനോ അവരുടെ ഫാമിലി, അതായത് ഇവരെ ഇത്ര കാലം ജീവിച്ചു വന്ന ജീവിത രീതി തെറ്റാണ് അങ്ങനെ ഞാൻ പറയാനോ ഒന്നും പുള്ളി തയ്യാറാവുന്നില്ല, പറയുന്നുമില്ല. എന്തായാലും സുനിച്ചൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ദുബായിൽ ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത്. ഞാൻ വന്നത്. വർഷത്തിൽ അവധിക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ്, നമ്മുടെ ഒരു ഇങ്ങനെ കോഴ്സ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മളെല്ലാവരും പറയുന്ന പാഠം എന്നാ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഇനി അതെന്നെ മുടക്കാന്ന്. അതന്നെയാണോ? അതല്ല, എന്ത് പാഠമാണ് ഞാൻ പറയുന്നത്, അതിന് മാത്രം പറയാൻ മാത്രം. വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവർ നമ്മളെ വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെയാണ്. തിരിച്ചും അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ബ്ലാക്ക് കിസ് എന്ന് പറഞ്ഞ ചാനല് മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്ത് പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ചാനൽ നടത്തുവാണല്ലോ. പിന്നെ നമ്മളതിനകത്ത് എന്തോ ഒരു ഓണത്തിന് അവധിക്ക് വന്ന സമയത്ത് ഓണത്തിന് ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 വർഷം കൂടിയൊക്കെ ഞാൻ വരുന്നത്. ഞാൻ വന്നാലും പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് വന്നിട്ടില്ല. പണ്ട് ആവശ്യം വന്നിട്ടില്ല, അതായിരിക്കും. പിന്നെ ഞാൻ പറയില്ല, എനിക്ക് ഭയങ്കര ചമ്മലാണ് ഈ മീഡിയക്കകത്ത് വരുന്നതൊക്കെ. നമ്മളങ്ങനെ അതായത് ഭർത്താവ് കാരണം ഇത്രയധികം കടങ്ങളും കാര്യങ്ങളെല്ലാം വീട്ടിൽ അധ്വാനിച്ച പൈസ മൊത്തം കടക്കാർക്ക് കൊടുക്കേണ്ടി വന്നു. വീട്ടിൽ നിന്ന് കല്യാണ സമയത്ത് കൊടുത്ത ഗോൾഡും കടക്കാർക്ക് കൊടുക്കേണ്ടി വന്നു. ഒരു വീട് വെക്കാനായിട്ട് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് വീട് വെച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനിയും എടുത്തു ചാടി പിന്നീട് ഈ മാരീഡ് ലൈഫ് കണ്ടിന്യൂ ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. മഞ്ജു പത്രോസിനെ പറ്റിയൊന്നും പ്രതികരിക്കുന്നുമില്ല. പുള്ളിക്കാരത്തി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്തെങ്കിലും സാധ്യതയുണ്ടോ, അതായത് മാരേജിലേക്ക് ഇനിയും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി ഇല്ല എന്ന് വളരെ ബോൾഡായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ കുട്ടി അയാളെ കാണാൻ പോകാറുണ്ട്, അയാൾ തിരിച്ചും വന്ന് കാണാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. മഞ്ജുവായിട്ടാണ് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തത്.
ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.